കാസർഗോഡ് കുമ്പളയിൽ പലസ്തീൻ ഐക്യദാർഢ്യം പ്രമേയമാക്കി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മൈം തടഞ്ഞ സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൈമാറി. അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനമാണ് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലുള്ളത്. ആരോപണ വിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തി കലോത്സവം നാളെ നടത്താനാണ് തീരുമാനം. മൈമ വിവാദത്തിൽ പ്രാഥമിക റിപ്പോർട്ടാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയത്. വിശദമായ അന്വേഷണം നാളെ മുതൽ ആരംഭിക്കും. അധ്യാപകരായ പ്രദീപ് കുമാർ, സുപ്രീത് എന്നിവർക്ക് തെറ്റുപറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇവരോട് വിശദീകരണം നൽകാൻ ശുപാർശയിലുണ്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടെ നിർത്തിവെച്ച കലോത്സവം നാളെ വീണ്ടും നടത്താൻ തീരുമാനിച്ചു. 4 വേദികളിലായാണ് കലോത്സവം. മൈം ഉച്ചയ്ക്ക് 12 മണിക്ക് വേദിയിൽ അവതരിപ്പിക്കും. ആരോപണ വിധേയരായ അധ്യാപകരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചു. മൈമ് നിർത്തിവെച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.